എന്നെ ചെമ്പകം എന്നൊക്കെ വിളിക്കായിരുന്നു. അതിനെ ഒന്ന് വീണ്ടും ഷോർട്ടൻ ചെയ്തിട്ട് ഒരു സുഹൃത്ത് ചെമ്മെന്ന് വിളിച്ചു. പക്ഷെ നമുക്ക് അങ്ങനെ ഓരോന്നിനോട് നമ്മളിങ്ങനെ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഡേഞ്ചർ മാത്രമായിട്ടല്ലല്ലോ, രക്തത്തിന്റെ കളർ ചുവപ്പല്ലേ. അത് അവരുടെ ഒറിജിനൽ കോണ്ടന്റിനെ അങ്ങനെ പൈറേറ്റ് ചെയ്യും എന്നുള്ളൊരു ത്രെട്ട് അവർ പല തവണ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളത് മുഴുവൻ കേട്ടിരിക്കുക, അതിനുശേഷം എണീറ്റ് പോകുക എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല, 100% സാറ്റിസ്ഫൈഡ്. പിന്നെ വേ ഐ എക്സിബിറ്റ് ഇറ്റ്, അത് മേ ബി ഒരേ ഒരു പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് വരും, മൾട്ടിപ്പിൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓവർ ദ ടൈം അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടി വരുമായിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് തന്നെയാണ് നമുക്കത് ചോദിക്കേണ്ടി വരുന്നത്, എനിക്കത് ആൻസർ ചെയ്യേണ്ടി വരുന്നതും ഒരു അൺഫോർച്ചുനേറ്റ് മൊമെൻ്റ് ആണെങ്കിൽ പോലും പത്തറ്റിക് ആണത്. അതിപ്പോഴും ഉണ്ട്, ആളുകളിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല. ഹൂ ഈസ് സപ്പോസ് ടു ഡു വാട്ട് എന്നുള്ളത് ഒരു നോർമൽ എന്താ പറയുക മെഷറായി ആളുകളുടെ ഡാൻസ് എന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കലാരൂപമാണ്. ഡാൻസേഴ്സിന് അതിലേറെ ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യുന്നത് കാണാൻ തന്നെ എന്തൊരു ഗ്രേസ് ആയിരിക്കും അല്ലേ, എന്ത് ചന്തമായിരിക്കും. അപ്പോൾ ഇന്ന് ഗസ്റ്റ് റൂമിൽ എൻ്റെ കൂടെ ചേരുന്നത് ഒരു ഡാൻസറാണ്. വെൽക്കം ടു ഗസ്റ്റ് റൂം. ദിസ് ഇസ് RJ സുനിൽ ആൻഡ് വിത്ത് മീ ചെം പാർവതി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ ഒരു പേര് കേട്ടപ്പോൾ തന്നെ എന്താണ് ഈ ചെം എന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ കുറെ അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പോൾ പാർവതിയോട് തന്നെ ചോദിക്കുന്നു, എന്താണ് ഈ ചെം? ഞാൻ എൻ്റെ കുറച്ച് നാളായി ആ പേരെന്നൊപ്പം ചേർന്നിട്ട്. അപ്പോൾ ചെം എന്നാൽ ചെമപ്പ് എന്ന മലയാളാർത്ഥമാണ് അതിൻ്റെ ഒരു ഷോർട്ടൻ. അതെ, ചെം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് മാരിവാനസിൽ പഠിക്കുമ്പോൾ എന്നെ ചെമ്പകം എന്നൊക്കെ വിളിക്കായിരുന്നു. അതിനെ ഒന്ന് വീണ്ടും ഷോർട്ടൻ ചെയ്തിട്ട് ഒരു സുഹൃത്ത് ചെമ്മെന്ന് വിളിച്ചു. അപ്പോൾ എനിക്കത് എൻ്റെ ഒരു പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എനിക്കത് കുറച്ചുകൂടി കണക്റ്റഡായി ആ വാക്ക്. അങ്ങനെ അത് ചെം പാർവതി എന്ന് ചേർത്തപ്പോൾ ഞാനത് പറയുന്നതിനേക്കാൾ വിളിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടി ഇഷ്ടമായപ്പോൾ അതങ്ങ് സെറ്റായതാണ്. ഒഫീഷ്യൽ പേരൊന്നും അല്ല, ആർട്ടിസ്റ്റ് നെയിമാണ്. ഓക്കെ, എന്താണ് ഈ ചുമപ്പിനോട് ഇത്രയധികം ഇഷ്ടം? ചുമപ്പിനോട് ഇഷ്ടം, ഞാനൊരു മാർക്സിസ്റ്റ് ആയതുകൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ നമുക്ക് പറയാൻ പറ്റില്ല, ഗ്രാജുവലി ഉണ്ടാകുന്ന ഒരു കൺവിക്ഷൻ അല്ലേ. പിന്നീട് ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ വന്നു, പിന്നെ അതിലിപ്പോൾ ആക്റ്റീവാണ്. അങ്ങനെയാണത് ചെമ്മിങ്ങനെ നിലനിൽക്കുന്നത്. പൊതുവെ റെഡ് എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഇപ്പോൾ പാർട്ടി ബേസ് അല്ല പറയുന്നത്, പക്ഷെ എങ്കിൽ കൂടെ റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേഞ്ചർ സിഗ്നൽ അല്ലേ? അത് നമുക്ക് ഒരു കോമൺ ആയ ഒരു സീമിയോട്ടിക്സിന്റെ ഭാഗമായി നമുക്കിപ്പോൾ ഗ്രീൻ, ഇപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ അങ്ങനെ പറയുമല്ലോ, ഗ്രീൻ ആകുമ്പോൾ പോസിറ്റീവ് തിങ്, അല്ലെങ്കിൽ കണ്ണിന് കുളിർമയുള്ളൊരു കളറാണ് ഗ്രീൻ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ഓരോന്നിനോട് നമ്മളിങ്ങനെ അഫിലിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഡേഞ്ചർ മാത്രമായിട്ടല്ലല്ലോ, രക്തത്തിന്റെ കളർ ചുവപ്പല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു കലയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ജനിച്ചു വളർന്ന നാട്, അതിനെ കുറിച്ച്? ഞാനൊരു തിരുവനന്തപുരത്തുകാരിയാണ്. ജനിച്ചു വളർന്നതൊക്കെ അവിടെ തന്നെയാണ്. പഠിച്ചതും പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പോൾ PhD ചെയ്യുന്നു, അതും തിരുവനന്തപുരത്ത് തന്നെയാണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ നാട് തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ചാലയ്ക്കടുത്തുള്ള ആര്യശാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലമൊക്കെയാണ് നമ്മളെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ കലാജീവിതത്തിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ കുട്ടികളെയും പോലെ പേരൻസ് നമ്മളെ ഒരു ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തിക്കുന്നതോടുകൂടി നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെടുന്നു. പിന്നീട് എനിക്ക് തന്നെയുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ അതിലിങ്ങനെ തുടരുന്നതാണ്. അത് ഗ്രാജുവലി ഒരുപാട് വർഷങ്ങളായി പല ഗുരുക്കന്മാരോട് പഠിക്കുന്നുണ്ട്, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. പ്രൊഫഷൻ ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള പ്ലാൻ ആണോ? അതോ? തീർച്ചയായും അതിലാണ് ഒരു അൾട്ടിമേറ്റം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ ഒരു സ്ട്രഗിളിലാണ്. PG എന്തിനാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? PhD ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷിലാണ്. എന്താ പറ്റിയ ആ ഒരു മേഖലയിലേക്ക് പോവാൻ? ലിറ്ററേച്ചറിനോട് ഒരു താല്പര്യമുണ്ട്. ഞാൻ ഒക്കേഷണലി ഞാൻ എഴുതും. അങ്ങനെ UG കഴിഞ്ഞു, PG അതിൽ തന്നെ ചെയ്തു, PhD ഇപ്പം അതിൽ തന്നെ പോകുന്നു. എങ്ങനെ പോകുന്നു കോളേജ് ലൈഫ്, ഈ റിസർച്ച് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? കോളേജ് ലൈഫിൽ നിന്ന് നമ്മൾ ഔട്ടായി. അതെ, പക്ഷെ ഒരു ഫുൾ ടൈം റിസർച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിസർച്ച് കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ എപ്പോഴും
ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കുറച്ചൊരു അക്കാഡമിക് ഗ്യാപ്പിന് ശേഷമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു ഇറ്റ്. നല്ലൊരു ഗൈഡ് ഉണ്ട്, സഹായിക്കാൻ സ്കോളേഴ്സ് ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടും നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. പാർവതിയുടെ ഇത്രയും നാളത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ്, ആളുകൾ പറഞ്ഞിട്ടുള്ളതാവാം, സ്വന്തം തോന്നിയിട്ടുള്ളതാവാം. വീക്കസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ കുറവാണ്. എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദ വീക്കസ്റ്റ്, ബട്ട് ഐ ഫെൽറ്റ് ലോ എന്ന് തോന്നുന്നത് ഈ പറയുന്ന ഒരു കോവിഡ് സമയത്തൊക്കെ ഒരു അക്കാഡമിക് ആർട്ടിസ്റ്റിക് പോസ് വന്ന സമയത്ത്. പക്ഷേ സംവേ ഇറ്റ് ഹെൽപ്ഡ് മീ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും. മേ ബി കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ അത് ഒരു ചെറിയ കുറച്ചധികം പോസ് ഉണ്ടായി ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി ആർട്ടിസ്റ്റിക്കലി ഒക്കെ. മേ ബി അതായിരിക്കാം വീക്കസ്റ്റ്. പോസിറ്റീവ് തിരഞ്ഞെടുപ്പുകളാണ്. അത് ഒന്നായി പറയാൻ പറ്റില്ല. തിരഞ്ഞെടുക്കുന്ന മനുഷ്യരും നിലപാടുകളും, അല്ലെങ്കിൽ മേ ബി ഞാനൊരു ഫുൾ ടൈം ഒരു 9 to 5 ജോബിലേക്ക് പോകാതെ ഐ വോണ്ടഡ് ടു ഡു സോദരത്വേന എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ചെയ്യണമായിരുന്നു എനിക്ക്. അത് ഞാൻ കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ചെയ്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ആസ്പദമാക്കിയിട്ടുള്ളൊരു കൊറിയോഗ്രാഫിയാണ്. അപ്പോൾ അത് ഒരു 1 hour റെപ്പറ്റോർ അത് ഫുള്ളായിട്ട് അത് ചെയ്ത സമയത്ത് അത് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് എടുത്തു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാസങ്ങൾ, അങ്ങനെ ഒരു ഡിസിഷൻ ആ സമയത്ത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് സ്റ്റേജിലേക്കാണ് പോകേണ്ടത് എന്ന് തോന്നിയൊരു കൺവിക്ഷൻ ഉണ്ടല്ലോ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദി മോസ്റ്റ് പോസിറ്റീവ്. ഐ തിങ്ക് സോ. സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത് തൊട്ട് മുന്നേ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? ആങ്ഷ്യസ് ആവാറുണ്ട് ഞാൻ. ആങ്ഷ്യസ് ആകുന്നത് ഒരു ഇറ്റ്സ് നോട്ട് ഫിയർ, അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്. പിന്നെ അതൊരു ഐ വോണ്ട് ടു ഡു, ഐ എം എക്സൈറ്റഡ് റാദർ ദാൻ സ്കെയർഡ് എന്നൊരു സാധനം വരും. ആ എക്സൈറ്റ്മെന്റ് കാരണം ഉണ്ടാകുന്നൊരു മേ ബി അതൊരു സോഷ്യൽ ആങ്സൈറ്റിയുടെ ഭാഗമായിരിക്കും. അതെനിക്കിപ്പോൾ ഒരു നോർമൽ തിങ് ആണ്. എനിക്കതൊരു പ്രശ്നമല്ല. ഇറ്റ്സ് ബിക്കം പാർട്ട് ഓഫ് മൈ ലൈഫ്. ഓക്കെ. ആസ് എ പെർഫോമർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കണം ഓഡിയൻസ്? നമുക്കൊരു സപ്പോർട്ട് തരുന്ന ഓഡിയൻസ് ആയിരിക്കണം. അപ്പോൾ അവർ എങ്ങനെയായിരിക്കണം? ഓഡിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊരു റിജിഡ് ആയിട്ടുള്ളൊരു കളക്റ്റീവ് ഓഫ് ഓഡിയൻസിന് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഓഡിയൻസ് മേ ബി പല വാക്സ് ഓഫ് ലൈഫിൽ നിന്ന്, ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പല ക്ലാസ്സുകളിൽ നിന്നുള്ള മനുഷ്യർ. അവർക്കൊരു പക്ഷേ ഒരാളുടെ കലാസ്വാദനമായിരിക്കില്ല മറ്റൊരാളുടേത്. അപ്പോൾ അവരുമായി എങ്ങനെ എനിക്ക് കണക്റ്റഡ് ആകാൻ പറ്റും എന്നതായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അതവർക്ക് മേ ബി നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ആർട്ട് ഫോം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് കോംപ്രിഹെൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അതായിരിക്കില്ല ആസ്വാദനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി. പക്ഷെ അവരെ നമുക്ക് ആർട്ടിസ്റ്റിക്കലി എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരത് തിരിച്ച് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അതൊരു അപ്ലോസിലായിരിക്കാം. അത് കഴിഞ്ഞിട്ടുള്ളവരും പക്ഷേ അവർ ആ സമയത്ത് എടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റേജിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് ഈസ് എ പ്രയോറിറ്റി. സോ ഐ വാല്യൂ ദാറ്റ്. അതാണ് ഒരു ഓഡിയൻസിനെ സംബന്ധിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരു ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓഡിയൻസ് അവിടെ നിന്ന് നീങ്ങുക, അവിടെ നിന്ന് മാറിപ്പോവുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഒരു പെർഫോമർ എന്ന നിലയ്ക്ക്? നമ്മുടെ പെർഫോമൻസസ് വേറൊരാൾ ക്യാപ്ചർ ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇഫ് ഇറ്റ്സ് ഫോർ എ ഗുഡ് മോട്ടീവ്, അവർക്കതൊരു വാല്യൂബിൾ മൊമെൻ്റ് ആയിട്ട് തോന്നുകയാണ്, ചെറിഷ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ വൈ നോട്ട്. മേ ബി ഒരു ഒറിജിനൽ കോണ്ടന്റ് പൈറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണെങ്കിൽ, എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഞാൻ പ്രൊഫഷണൽ ഡാൻസേഴ്സ് അത് ബാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഓഡിയൻസിന്റെ സൈഡിൽ ഇരിക്കുമ്പോൾ. ഡെഫിനറ്റ്ലി അത് അവരുടെ ഒറിജിനൽ കോണ്ടന്റിനെ അങ്ങനെ പൈറേറ്റ് ചെയ്യും എന്നുള്ളൊരു ത്രെട്ട് അവർ പല തവണ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ആൾക്കാർ മൂവ് ചെയ്യുന്നത് അതിപ്പോൾ ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു വലിയ പ്രൊഫഷണൽ ഡാൻസർ തന്നെ ആവില്ല. ഇപ്പോൾ ഒരാൾ ഈ ഹാളിൽ ഒരാൾ പാട്ട് പാടുകയാണെങ്കിൽ നമ്മളത് മുഴുവൻ കേട്ടിരിക്കുക, അതിനുശേഷം എണീറ്റ് പോവുക എന്ന് പറയുന്നത് ഒരു റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അത് സ്വാഭാവികമാണ്. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന അമ്മമാർക്ക് ഒരുപക്ഷെ തിയേറ്ററിൽ നിന്നൊക്കെ എണീറ്റ് പോകേണ്ടി വരുമായിരിക്കാം. സിറ്റുവേഷനിലാണ് അത് അവരുടെ ഒരു റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കും. അതൊരു ഒഫൻസ്, ഒരു ഡയറക്റ്റ് ഒഫൻസ് ആവാതിരുന്നു കഴിഞ്ഞാൽ വൈ നോട്ട്, കുഴപ്പമൊന്നുമില്ല. അവർക്ക് ദേ ഹാവ് ഓൾ ദ റൈറ്റ് ടു മൂവ് ഔട്ട്. ഇത് കണ്ടിട്ട് അവർക്കത് മനസ്സിലാവുന്നില്ല, അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദേ ക്യാൻ. പെർഫോം ചെയ്യുന്ന സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫോമൻസ് കൊടുക്കാൻ പറ്റാറുണ്ട്? നമ്മൾ അതിന് മുന്നേ പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആവാറുണ്ടോ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു
എപ്പോഴും ഒരു 10% കുറഞ്ഞിരിക്കും സ്റ്റേജിൽ. അങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇനി വളരെ സീനിയറായി ഇപ്പം ശോഭന മാം ഉൾപ്പെടെയുള്ള വളരെ പ്രൊഫഷണലായ ആർട്ടിസ്റ്റുകളുടെ വർക്ക്ഷോപ്സും ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അവർ പറയാറുണ്ട് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ എപ്പോഴും ഒരു 10-15% കുറവായിരിക്കും സ്റ്റേജിൽ. സോ ഞാനിപ്പോൾ ഒരു അപ്കമിങ് ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ ഞാൻ അതിലിങ്ങനെ സ്ട്രഗിളിൽ ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന കോണ്ടന്റ് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതിൽ ഐ എം 100% സാറ്റിസ്ഫൈഡ്. പിന്നെ വേ ഐ എക്സിബിറ്റ് ഇറ്റ്, അത് മേ ബി ഒരേ ഒരു പ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് വരും, മൾട്ടിപ്പിൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓവർ ദ ടൈം അതിൻ്റെ ഒരു പെർഫെക്ഷൻ കൂടി വരുമായിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ ഒരു കോവിഡ് സമയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ കലാകാരന്മാർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സമയമായിരുന്നു. ശരിക്കും ഈ കല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആർട്ട് ഫോംസ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ടാണ് അന്ന് കുറേ പേര് ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഡാൻസൊക്കെ ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകർ, അതും പ്രൊഫഷണൽ ഡാൻസേഴ്സ് പഠിപ്പിക്കുന്നത് കണ്ടു. ഈ ഓൺലൈനിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് എത്രത്തോളം ഗുണകരമായിരിക്കും? അത് വെറും ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? ബേസിക്കലി ആർട്ട് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് കണ്ടിട്ടില്ല നമ്മുടെ രാജ്യത്ത് ആരും തന്നെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. പിന്നെ അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡിഫറൻസ് അനുസരിച്ചിരിക്കും ഓരോ സ്റ്റേറ്റിൻ്റെ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ആർട്ട് വളരെ കോമൺ ആണ്, എല്ലാവർക്കും ആക്സസിബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ അതിനെ മോണിറ്റൈസ് ചെയ്താൽ മാത്രമേ അതൊരു ഉപജീവന മാർഗ്ഗമാക്കുന്ന ടീച്ചേഴ്സിന് ജീവിച്ചു പോകാൻ പറ്റും. തീർച്ചയായിട്ടും കോവിഡ് സമയത്ത് അതായിരുന്നു ഓപ്ഷൻ. ഡാൻസ് മാത്രമല്ല, നമ്മളെല്ലാം ഓൺലൈൻ അല്ലായിരുന്നു. ഡെഫിനറ്റ്ലി അതൊരു മോണിറ്ററി ബെനിഫിറ്റിനപ്പുറം അത് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഒരു സതുദ്ദേശം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓൺലൈൻ ആകുന്നതിലൊരു കുഴപ്പം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ. ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഒരുപാട് ഡാൻസേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ പാട്ടും ട്രെൻഡിങ് ആകുമ്പോൾ ആ പാട്ടിനകത്ത് ഡാൻസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ശരിക്കും ആ ഒരു പ്രൊഫഷണലി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണോ, അതോ ആ ഒരു 30 സെക്കൻഡ് ഒരു മിനിറ്റ് റീലിന് വേണ്ടി ചെയ്യുന്നതാണോ? പലപ്പോഴും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഡാൻസേഴ്സിന് കിട്ടാത്ത സ്വീകാര്യതയൊക്കെ ഇങ്ങനെയുള്ള ഡാൻസേഴ്സിന് കിട്ടാറുണ്ട്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സോ വാട്ട് ഈസ് പ്രൊഫഷണൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഭരതനാട്യം ഡാൻസറിൻ്റെ ട്രഡീഷൻ അല്ല ഇപ്പോൾ. പണ്ട് രാജാവിൻ്റെ കോട്ട്സിൽ പെർഫോം ചെയ്തിരുന്നതിനെ ട്രഡീഷൻ എന്ന് വിളിച്ചാൽ നമുക്ക് ഇന്ന് ചെയ്യുന്നതിനെ ഒന്നിനെയും ട്രഡീഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ആൻഡ് ദെൻ ദ സ്റ്റേജ് ഹാസ് ചേഞ്ച് ടു എ 14-inch സ്ക്രീൻ. ഇപ്പൊ കയ്യിൽ സ്റ്റേജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതെ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സോങ്ങിന് ഒരുപാട് പേര് ഡിഫറെൻറ്റ് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അതിനൊരു വേഴ്സിറ്റാലിറ്റി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഡാൻസേഴ്സ് തന്നെ അവരുടെ ഓഡിയൻസ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിലേക്ക് എത്തുന്നുണ്ട് അവരുടെ കോണ്ടന്റുമായിട്ട്. സോ അതൊരു ഹൈബ്രിഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഔട്ട് ഓഫ് പാഷൻ ചെയ്യുന്നവർ ചെയ്തോട്ടെ, മേ ബി അവർക്ക് അതൊരു പ്രൊഫഷൻ ആക്കാൻ താല്പര്യമില്ല. ആൻഡ് നോട്ട് എവ്രിബഡി ഹൂ സീക്സ് ലെസൺസ് ആർ ഗോയിങ് ടു ബി പ്രൊഫഷണൽസ്. ചിലർക്ക് ഇപ്പോൾ ഒരു 40+ ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സസ് ഒത്തിരി ഓപ്പൺ ആവുന്നുണ്ട്. അവർക്കത് എപ്പോഴോ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്ന അവരുടെ ഒരു ആഗ്രഹം റെസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പെർഫോമൻസിൽ ഒരു എക്സ്റ്റസി കിട്ടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? ഓക്കെ. ഇപ്പം പല ആൾക്കാരും മക്കളെ ഡാൻസ് പഠിപ്പിക്കണം, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു പ്രായം ആവുമ്പോൾ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുവിടുന്നു. ഒരു +2 വരെയൊക്കെ പോകുന്നു. +2 ഹയർ സെക്കൻഡറിയൊക്കെ എത്തുന്ന സമയത്ത്, പബ്ലിക് എക്സാം വരുന്ന സമയത്ത് പിന്നെ അത് അവിടെ ഉപേക്ഷിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രവണതയോട് എന്താണ് പറയാനുള്ളത്? ആൺകുട്ടികളെ ഭരതനാട്യം അതുപോലത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിക്കാൻ വിടുന്നത് കുറച്ചധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ. അതൊരു സ്റ്റിഗ്മ കുറച്ച് നാളില്ലായിരുന്നു. പഠിക്കാൻ വീട്ടുകാർ വിടുന്നത് കുറവാണ്. അതിൽ സ്വയം എക്സ്പ്ലോർ ചെയ്യുന്ന ഇപ്പോൾ അമിത്തിനെ പോലത്തെ മോഹിനിയാട്ടം ഡാൻസേഴ്സ് ഒക്കെ ഉണ്ട്, RLV രാമകൃഷ്ണൻ ഒക്കെ. അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ കലോത്സവത്തോടുകൂടി അവസാനിച്ച എൻ്റെ കൂട്ടുകാരുണ്ട്. കലോത്സവത്തോടുകൂടി ഡാൻസ് കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്ത് അവരുടെ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷനിൽ എൻഗേജ്ഡായി ജീവിക്കുന്നവർ. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രസ്റ്റീജിൻ്റെ പ്രശ്നം കലോത്സവ വേദികളാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് എത്തുമ്പോൾ ആർട്ടിനെ ആ രീതിയിൽ പെർസീവ് ചെയ്യുന്ന യങ് മൈൻഡ്സ് ഉണ്ടാകുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കലോത്സവമൊക്കെ എത്രത്തോളം പിള്ളേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് മുന്നോട്ട് വരാനായിട്ട്? അതോ ആ ഒരു കലോത്സവം കഴിയുന്നു, ക്രൈസ് മാർക്ക് വാങ്ങിക്കുന്നു, വിട്ടു പോകുന്നു, എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്?
ആർട്ട് ലൈവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന, പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കലോത്സവം തന്നെയാണ്. ഞാൻ കലോത്സവത്തിൽ കൂടെ തന്നെയാണ് എല്ലാ വർഷവും LP UP പിന്നെ ഹൈസ്കൂൾ കലോത്സവങ്ങൾ, സംസ്ഥാന കലോത്സവങ്ങൾ, അതൊരു നമുക്ക് ക്ലാസ് ഡിഫറൻസ് ഇല്ലാണ്ട്, കാസ്റ്റ് ഡിഫറൻസസ് ഒന്നും ഇല്ലാണ്ട്, ഇപ്പം കുട്ടികൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പുറത്തെ ആളുടെ കാസ്റ്റിനെ കുറിച്ച് കോൺഷ്യസ് ആവാറില്ല കേരളത്തിൽ സ്പെസിഫിക്കലി. അത് വളരെയധികം ഒരു ആർട്ടിനെ ഒരു ഇൻ്റർ കൾച്ചറലായിട്ട് ഒരു സെക്യുലർ ഒരു ഫേസ് കലോത്സവ വേദികൾ തരുന്നുണ്ട്. അതിലൂടെ ഒരുപാട് പേര് പ്രൊഫഷണൽ ആകുന്നവരുണ്ട്, അതോടുകൂടി നിന്ന് പോകുന്നവരുണ്ട്. ഓക്കെ. ഇനി അടുത്ത് ചോദിക്കാനുള്ളത് കുറച്ചൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഡാൻസിന്, ബോഡി സ്ട്രക്ചറിനും ഡാൻസ് പഠിക്കുന്ന കുട്ടികളുടെ കളറിനും എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ആ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുന്നത് തന്നെയാണ് നമുക്കത് ചോദിക്കേണ്ടി വരുന്നത്, എനിക്കത് ആൻസർ ചെയ്യേണ്ടി വരുന്നതും ഒരു അൺഫോർച്ചുനേറ്റ് മൊമെൻ്റ് ആണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി നോട്ട്. നമ്മൾ ഇനിയെങ്കിലും അത് ചിന്തിക്കണമല്ലോ. ഈ ഒരു സീക്രട്ട് ബോഡീസിൽ നിന്ന് ഇങ്ങനെ ട്രാൻസ്ഫറായി വന്നതാണ് ഈ ക്ലാസിക്കൽ കലകൾ കൂടുതലും. അതിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അതൊരു ബ്രാഹ്മണിക്കൽ സീക്രട്ട് ബോഡീസിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു വൈറ്റ്നെസ്, എസ്തെറ്റിക്സ്, ഈ പറഞ്ഞ സിഗ്മയുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി നോട്ട്. ആ ശരീരങ്ങളിലൂടെ തന്നെ നമ്മളത് മാറ്റേണ്ടതുണ്ട്. മേ ബി ദ ടൂൾ ഇസ് ചൂസിങ് ഡിഫറെൻറ്റ് ബോഡീസ്. ഇപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഡാൻസ് ഒക്കെ പഠിക്കുന്നവരും ഡാൻസ് ചെയ്യുന്നവരും, നീ മെലിഞ്ഞിരിക്കുന്നതാണ്, നീ പുറകിൽ കളിച്ചാൽ മതി, നീ ഫ്രണ്ടിൽ വേണ്ട, അല്ലെങ്കിൽ കറുത്തിരിക്കുന്നതാണ്, പുറകിൽ മതി, ഫ്രണ്ടിൽ വേണ്ട എന്ന് അനുഭവമുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടർന്ന് പോകുന്നില്ലേ ഒരു പരിധി വരെ? അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഡാൻസ് ക്ലാസ്സുകളിലും സ്കൂളിലെ കലോത്സവ വേദികളുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ മാറി നിന്ന സുഹൃത്തുക്കൾ എനിക്കറിയാം. അത് പത്തറ്റിക്കാണത്. അതിപ്പോഴും ഉണ്ട്. ആളുകളിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല. ഹൂ സപ്പോസ് ടു ഡു വാട്ട് എന്നുള്ളത് ഒരു നോർമൽ എന്താ പറയുക മെഷറായി ആളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയ്ക്കും ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മാറ്റാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പെർട്ടിക്കുലർ സോങ് ഒരാളും, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ചിട്ടപ്പെടുത്തിയ ഒരു ക്ലാസിക്കൽ ഡാൻസ്, ഒരു പെർട്ടിക്കുലർ സോങ്, അതൊരു ഗുരു അയാളുടെ ശിഷ്യരെ പഠിപ്പിക്കുന്നു. അത് മേ ബി അയാളുടെ വീട്ടിലെ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഡേ സ്കോളേഴ്സ് ആയിരിക്കാം. അങ്ങനെ മാത്രം ഗുരുവിൽ നിന്ന് മാത്രം നേരിട്ട് പഠിച്ചു വരുന്ന, അല്ലെങ്കിൽ ഗുരു ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്താൻ ആക്സസിബിലിറ്റി ഉള്ള കുട്ടികൾ മാത്രം വരുന്ന അവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജ് ആയിരിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സോങ് സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റഗ്രാമിലോ അവൈലബിൾ ആണെങ്കിൽ എനിബഡി ക്യാൻ കൊറിയോഗ്രാഫ്. ഏത് ശരീരത്തിനും അത് പെർഫോം ചെയ്യാം. അവിടെ ആ ഡിഫറൻസസിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ എ വേ ഇറ്റ് ഈസ് എ റെവല്യൂഷൻ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് നിറം കുറഞ്ഞവർ, മെലിഞ്ഞവർ, ചിലപ്പോൾ വയറ് കൂടിയ ആൾക്കാർ, ഇച്ചിരി വയറുള്ള ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വയറ് കുറയ്ക്കാമായിരുന്നു എന്നൊക്കെ ഉള്ള കമൻറ്റ്സ്, നെഗറ്റീവ് കമൻറ്റ്സ് ഈ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ കാണാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ആ ഒരു രീതി? വൈറ്റ്നെസ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് ആണ് നല്ല കളറ്, ബ്ലാക്ക് മോശമാണ്, അല്ലെങ്കിൽ കുറച്ച് തടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഒരു സമൂഹം കൽപ്പിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചർ വേണം എന്നൊക്കെ ഇപ്പോഴും ആളുകൾ ഈ ഒരു 2025 ചിന്തിക്കുന്നത് കൊണ്ടല്ലേ? ഒന്ന് കണ്ട് ശീലിച്ചത്, രണ്ട് അറിഞ്ഞും അറിയാതെ ഉള്ളിലുള്ള ബ്രാഹ്മണിക്കൽ തോട്ട്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ഇതുവരെ മുക്തമായിട്ടില്ല. അത് പൊളിറ്റിക്സിലായിക്കോട്ടെ, ബോഡി പൊളിറ്റിക്സിൽ പ്രത്യേകിച്ചും അതുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു അറിഞ്ഞും അറിയാതെ തലമുറകളായി സ്വത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ജാതി മാത്രമല്ല, ഇത്തരത്തിലുള്ള ചിന്തകളും കൂടി കൈമാറി കിട്ടുന്നുണ്ട് ആളുകളിലേക്ക്. അത് എഡ്യൂക്കേഷൻ കൊണ്ടോ വായന കൊണ്ടോ മാറുന്നതൊന്നുമല്ല. ഒരുപക്ഷെ ഇത് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. അതിലൊരു കാര്യമില്ലല്ലോ. വായിച്ചത് കൊണ്ട് മാത്രം വളരുന്ന മനുഷ്യരൊന്നുമില്ല. അതിനപ്പുറം മനുഷ്യരെ വായിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വളരെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ, ലൈഫിൽ തന്നെ വളരെ സന്തോഷിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെന്താണ്? റീസെൻ്റ്ലി ഉണ്ടായത്, ഐ ഗോട്ട് മാരീഡ് ടു ദ ലവ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ അതൊരു നല്ല തീരുമാനമായിരുന്നു. അതൊരു ലൈഫ് അപ്ഡേഷൻ ആണല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി നല്ല
സുഹൃത്തുക്കൾ കിട്ടി. എന്താ പറയുക, ഇറ്റ്സ് എ ചോയ്സ്. ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഓക്കെ. മേ ബി എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഒരു മുതൽക്കൂട്ട് അത് തന്നെയാണെന്ന് തോന്നുന്നു. ലൈഫിൽ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ടൈമൊക്കെ ഉണ്ടാവില്ല? നമുക്ക് എല്ലാവരുടെ ലൈഫിലും കാണും ഈ സ്ട്രഗ്ലിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴായിരുന്നു ശരിക്കും നമ്മൾ തന്നെ ഡൗൺ ആയിപ്പോയി, ഇമോഷനിലേക്ക് ഡൗൺ ആയി പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓഫ് കോഴ്സ് എല്ലാവരിലും ഉള്ളതുപോലെ ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് അത് നമുക്ക് കമ്പയറബിൾ അല്ല. അതൊരാളുടെ സിറ്റുവേഷനും അയാൾ ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസുമായിട്ട് മാത്രം കണക്റ്റഡ് ആണ്. എന്നെ സംബന്ധിച്ച് മേ ബി ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഈ പറഞ്ഞ ഒരു ഹാവിങ് ട്രസ്റ്റ് വിത്ത് പീപ്പിൾ, മേ ബി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് ഇമോഷണലി ചില സമയങ്ങളിൽ സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വീക്കസ്റ്റ് പോയിന്റ്. ബട്ട് യാ, എക്സ്പെക്ടേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ചെമ്പാർവതി? എക്സ്പെക്ടേഷൻ ചെയ്യാറുണ്ട്? ഇപ്പോൾ എന്താണെങ്കിലും, ആളുകളിൽ നിന്നാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും എക്സ്പെക്ടേഷൻ ചെയ്യാറുണ്ടോ? ഐ യൂസ് ടു ഒത്തിരി. പക്ഷെ അങ്ങനെ എക്സ്പെക്ടേഷനിൽ മാത്രം നിന്നത് കൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സോ ഐ സ്റ്റാർട്ടഡ് ഡ്രീമിങ് റാദർ ദാൻ എക്സ്പെക്റ്റിംഗ്. അപ്പോൾ നമ്മളും കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എക്സ്പെക്ടേഷൻ ഫെയിലായി പോയാലും നമ്മൾ എഫേർട്ട് ഇട്ടു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. വ്യക്തികളിൽ നിന്നാണെങ്കിൽ ആളുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും പലതും എക്സ്പെക്ട് ചെയ്യില്ല. ആളുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല. മേ ബി നമുക്ക് മോശമായ അനുഭവം ഉണ്ടായാൽ പോലും ഐ വിൽ സ്റ്റിൽ കീപ് എക്സ്പെക്ടേഷൻസ് ഫ്രം ഹ്യൂമൻസ്. ഐ ട്രസ്റ്റ്. ഈ ട്രസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ, ഇനിയും ചിലപ്പോൾ ഇനി കുറച്ചധികം ഉണ്ടാവുമായിരിക്കും. എനിക്കത് ഉണ്ടായി, ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അങ്ങനെ പറഞ്ഞ് തളർന്നിരിക്കേണ്ട മൊമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ മനുഷ്യരെ ട്രസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് 1-2 പേര് ഫെയിലായി പോയിന്ന് വെച്ചിട്ട് ഇനിയും കുറേ മനുഷ്യരില്ലേ മനുഷ്യന്മാരിങ്ങനെ കിടക്കുകയല്ലേ, എക്സ്പെക്ട് ചെയ്യും. ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്യും ആൾക്കാരുടെ അടുത്തുനിന്ന്. അത് ബ്രേക്ക് ആവുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല. വി ആർ സപ്പോസ് ടു ഡു ദാറ്റ് ആസ് ഹ്യൂമൻസ്. ഞാനും തിരിച്ച് വേറെ ആൾക്കാർക്ക് എക്സ്പെക്ടേഷൻസ് എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവില്ലേ? ഓക്കെ. എന്താണ് പാർവതിയുടെ ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഇസ് പീസ്, സമാധാനം. സമാധാനത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഐ തിങ്ക് ഐ സ്റ്റോപ്ഡ് തിങ്കിങ് ഇഫ് ഐ എം ഹാപ്പി. എനിക്ക് തോന്നുന്നു ഹാപ്പി ആണോ എന്ന് ചിന്തിച്ചിരിക്കാത്ത മനുഷ്യരാണ് ഹാപ്പി. എന്തായിരുന്നു? വൺസ് യു സ്റ്റോപ്പ് സെർച്ചിങ് ആൻഡ് ക്വസ്റ്റ്യനിങ് യുവർ സെൽഫ്, സന്തോഷത്തിലാണോ ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് എല്ലാ ദിവസവും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ സന്തോഷിക്കാൻ പറ്റില്ല. സോ വൺസ് അത് സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഓവർ കോൺഷ്യസ്നെസ് നിർത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ മേ ബി വി വിൽ ബി ഹാപ്പി. ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തിയും സമാധാനവുമാണ്. ഭയങ്കരമായൊരു യുഫോറിക് മൊമെന്റിനല്ല കേട്ടോ ഞാൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് സന്തോഷം, സമാധാനമാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും. അപ്പം അങ്ങനെ ചെയ്ത് ജീവിച്ച് സമാധാനത്തോടുകൂടി പോകുമ്പോൾ അത് ഹാപ്പിനെസ് ആണെന്ന് തോന്നുന്നു. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്? സ്നേഹം സാക്രിഫൈസ് ആണെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് സാക്രിഫൈസ് അവൈലബിൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഒരാൾക്ക് ഏറ്റവും നല്ല കേൾവിക്കാരിയാകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സൗഹൃദങ്ങളിൽ ഞാൻ അഭിരമിക്കാറുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇമോഷണലി അവൈലബിൾ ആകുക എന്നുള്ളത്. ബട്ട് അതൊന്നും ഒരു സാക്രിഫൈസ് അല്ല. അത് ആസ് എ ഹ്യൂമൻ ബീങ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ പല വീട്ടമ്മമാരും പറയാറുണ്ട്, ഡാൻസ് ഒക്കെ ഞാൻ പണ്ട് പഠിച്ചതാണ്, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊക്കെ നിന്നു, പിള്ളേരെ നോക്കാനായപ്പോൾ പിന്നെ എൻ്റെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കല ഞാൻ സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് ചെമ്പാർവതിക്ക് പറയാനുള്ളത്? സമയം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനും ഒരുപാട് തവണ, ഞാൻ ഒത്തിരി പ്രായമൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞാനിങ്ങനെ ചിന്തിക്കുക, അയ്യോ അത് കഴിഞ്ഞു പോലും, ഇനി അപ്പം ചെയ്തിരുന്നെങ്കിൽ, ഇനി എപ്പോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ സിറ്റുവേഷൻസ് കടന്നു പോയി അതിന് ശേഷം അത് തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു, യു കുഡ് സ്റ്റിൽ ഡു ഇറ്റ് എന്നുള്ളത്. അപ്പോൾ പ്രിവിലേജ് ഉള്ള മനുഷ്യർ പെട്ടെന്ന് ഓടി മുന്നോട്ട് പോയപ്പോൾ സ്റ്റക്കായി പോയതായിരിക്കാം.
പക്ഷേ ഇനി സമയമുണ്ടെന്ന് എനിക്ക് അവരോട് പറയാനുള്ളൂ. ഈ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടേ ചിലപ്പോൾ അവരുടെ പ്രൊഫഷൻ പോലും മാറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ കൂടെ വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ KS ചിത്ര പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും പാടാൻ കൂടെ വരുന്നതും ഷോയ്ക്ക് വരുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? അവർക്ക് എന്താണ് തിരിച്ചു കൊടുക്കുക? അതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ഇപ്പോൾ ലൈഫ് പാർട്ട്ണർ, അവരാണ് ആ കോർ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് ഈ ഡാൻസ് പഠിപ്പിക്കാൻ ആദ്യമായി ഒരു അധ്യാപികയുടെ അടുത്ത് കൊണ്ടുപോകുന്നിട്ട് തുടങ്ങി അത്. സോ ഐ എം സോ മച്ച് ഇൻഡെപ്റ്റഡ് ടു ദം. അത് മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ച് വരിക എന്ന് പറയുന്നത് ടൈം ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്. സമയം നമുക്ക് വേണ്ടി മറ്റുള്ളവർ മാറ്റി വെക്കുന്നത് ഡെഫിനറ്റ്ലി ഞാൻ അതിനെയാണ് അങ്ങനെ കാണുന്നത്. ദാറ്റ് ഈസ് ദ പ്രയോറിറ്റി. മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് സമയം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്തെങ്കിലും കാര്യങ്ങൾ നേടണം, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ? എനിക്ക് പുതിയ പ്രൊഡക്ഷൻസ് ചെയ്യണം, കൂടുതൽ ആർട്ടിസ്റ്റിക്കലി ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആൻഡ് അൾട്ടിമേറ്റ് ആഗ്രഹം. ഒരു ആർട്ട് കളക്റ്റീവ് ഒക്കെയാണ് ഞാൻ നോക്കി കാണുന്നത് ഇൻ ഫ്യൂച്ചർ, ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരെയാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, സ്വപ്നങ്ങളൊക്കെ പോവാനായിട്ട്. ഒപ്പം തന്നെ നല്ലൊരു ഫാമിലി ലൈഫും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ചെമ്പാർവതി ആയിരുന്നു ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. വിശേഷങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. വീണ്ടും ഇതുപോലെയുള്ള അതിഥികളുമായി ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.